വർഷങ്ങളായി കുട്ടികളെ സംസ്ഥാന കലോത്സവ വേദിയിൽ കൊണ്ടുവരുന്ന ആളാണ് ബൈജു സാർ. ചിലവാകേണ്ടി വരുന്ന ലക്ഷങ്ങളുടെ കണക്ക് അദ്ദേഹം പറയും. നോർമൽ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 2500-3000 റേഞ്ചിലൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പിൾ സെറ്റ് എന്ന് അതിന് പറയാം. ഹെഡ്സെറ്റ് മാത്രം വാങ്ങുകയാണെങ്കിൽ നമ്മൾ മിനിമം 45,000 കൊടുക്കണം. സാരിക്ക് മാത്രം തന്നെ ഒരു 10-15 ആ റേഞ്ചിനുള്ളിൽ വന്നിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ ഒരു 3000 രൂപ വന്നിട്ടുണ്ട്. നെക്ലേസ് ഒരു 15,000 ഉള്ളിൽ. അരപ്പട്ട അധികമല്ല, ഒരു 1500 ആണ് റേഞ്ച് എന്നാണ് തോന്നുന്നത്. അത്രേ ഉള്ളൂ. ഈ സാധനത്തിന് മാത്രം തൊറ്റൊന്നാണ് ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇതിന് 2000 ഉള്ളിലുണ്ടാകുക. ഓരോ വർഷവും ട്രെൻഡിനനുസരിച്ച് ആഭരണങ്ങൾ മാറ്റണമെങ്കിൽ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയാകും. ഇതിനൊരു 4,000-5,000 ഉള്ളിൽ മേക്കപ്പിന് വരും. സാധാരണ അത്രയൊന്നും വരില്ല, ഒരു 2,000 ഉള്ളിലൊക്കെ നമുക്ക് വരാറുള്ളൂ. സബ് ജില്ലാ കലോത്സവം, ജില്ലാ കലോത്സവമൊക്കെ. പക്ഷേ നമ്മൾ ഇതിനായിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവർക്ക് അത്രയെങ്കിലും കൊടുത്താൽ അവർക്ക് മുതലാവുള്ളതാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഉപയോഗിക്കുന്ന ബ്ലാക്ക് മെറ്റൽ, ബ്ലാക്ക് ടൈപ്പ് കാണുമ്പോൾ നമുക്ക് കുറേ കറുത്ത ആയിട്ട് തോന്നുന്ന ടൈപ്പ്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ കുറച്ചും റേഞ്ച് അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. പുതിയ നൃത്തം ഓരോ വർഷവും പഠിക്കാൻ പ്രത്യേക പണം മുടക്കണം. സബ് ജില്ലയിലും ജില്ലയിലും ഒരുങ്ങിയതിനേക്കാൾ കേമമാകണമെങ്കിൽ മേക്കപ്പിനും കൂടുതൽ പണം വേണം. ഓരോ സ്റ്റേജിൽ വരുമ്പോഴും അതിനനുസരിച്ച് എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരുന്നു. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. പുതിയ ഐറ്റം ചെയ്യുമ്പോൾ നമ്മുടെ ഐറ്റത്തിനനുസരിച്ചാണ്. നമ്മൾ ഓരോ ഐറ്റം പുതിയ കുട്ടിക്ക് പ്രത്യേകിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചിലവ് വരുന്നുണ്ട്. പണച്ചിലവോർത്ത് നൃത്ത മത്സരങ്ങൾക്ക് കലോത്സവ വേദിയിലേക്ക് എത്താൻ മടിക്കുന്നവരുണ്ട്. എങ്കിലും അണിഞ്ഞൊരുങ്ങിയുള്ള വേദിയിലെ അവതരണം കാണാൻ മനോഹരങ്ങളാണ്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്.